നമ്മുടെ വീടുകളിലുള്ളത് നീല അല്ലെങ്കിൽ വെള്ള APL വിഭാഗത്തിലെ റേഷൻ കാർഡാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു പ്രധാന അവസരം ഒരുക്കി തരികയാണ്. അത് ഈ ഫെബ്രുവരി മാസം 13-ാം തീയതി വൈകുന്നേരം 5 മണിയോടെ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കാണുകയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും വിവിധ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. 1 ലക്ഷത്തിന് മുകളിൽ അർഹതയുള്ളവർക്കാണ് BPL റേഷൻ കാർഡുകൾ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അർഹതയുള്ളവരെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇടത്തര വരുമാനമുള്ളവരും അതോടൊപ്പം മറ്റ് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന വ്യക്തികളടങ്ങുന്ന കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന ആവശ്യമായിട്ടുള്ള അർഹതയുള്ള ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ നിർഭാഗ്യവശാൽ APL വിഭാഗത്തിലെ ഏതെങ്കിലും കാർഡായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ളവർക്ക് BPL കാർഡ് സ്വന്തമാക്കാനായിട്ട് സർക്കാർ വീണ്ടും ഒരു അവസരം തരികയാണ്. ഒരുപാട് ഒഴിവുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവസരം തരുന്നത്. BPL സർട്ടിഫിക്കറ്റിൽ ഇളവുകൾ പോലും നൽകിയാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അതായത് പഞ്ചായത്തിൽ നിന്നും BPL സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടതാണ്. ഇനി അതില്ല എങ്കിലും അപേക്ഷകൾ ചില മേഖലകളിൽ സ്വീകരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമില്ല, അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം കിട്ടട്ടെ എന്ന രീതിയിൽ 1 ലക്ഷത്തിന് മുകളിൽ ഒഴിവുകളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ നികത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റേഷൻ കാർഡിൽ എല്ലാ അംഗങ്ങൾക്കും അത് പൊതുവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പൊതുവായ മാനദണ്ഡങ്ങളിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരംഗത്തിന് 25,000 അതിന് മുകളിലോ പ്രതിമാസ വരുമാനം ഉണ്ടാകാൻ പാടില്ല. ഇനി അത് മാത്രമല്ല, റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരംഗം വിദേശത്ത് ജോലി സമ്പാദിക്കുകയോ അതിൽ വഴി പണം ഉണ്ടാക്കുകയോ ചെയ്യുന്ന വ്യക്തിയാവാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് BPL റേഷൻ കാർഡിന് അപേക്ഷകൾ വയ്ക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകരുത് നമ്മളുടെ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി. ഇതുകൂടാതെ തന്നെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി 1 ഏക്കറിന് മുകളിൽ സ്ഥലം ഉണ്ടാകാനായിട്ട് പാടില്ല. വീട്ടിൽ 4 ചക്ര വാഹനം അത് ഉണ്ടാവാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീടിൻ്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ്. 1000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളിലാണ് എങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കാം. എന്നാൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ അങ്ങനെ അപേക്ഷകർ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഇതിലാണ് കുറച്ചെങ്കിലും ഇളവുകൾ വരുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പക്കൽ നിരവധി പ്രാവശ്യം വിവിധ സംഘടനകൾ, വ്യക്തികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ വളരെ വൈകാതെ ഒരു അറിയിപ്പ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് BPL റേഷൻ കാർഡിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതുകൂടാതെ സർക്കാർ ജോലിയുള്ളവരോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരോ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൊഫഷണൽ ജോലിയുള്ളവരോ അതിൽ നിന്ന് വരുമാനമൊക്കെ ഉള്ളവരോ ഉണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കാൻ പോകേണ്ട. പരിശോധനയുടെ സമയത്ത് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. ആ കാര്യങ്ങളിൽ ചിലപ്പോൾ അന്വേഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ തീർച്ചയായിട്ടും എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. ഇതിനുവേണ്ടി പ്രധാനമായിട്ട് BPL സർട്ടിഫിക്കറ്റ് നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. കുടുംബ വാർഷിക വരുമാനം തെളിയിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ട്. എന്തെങ്കിലും രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ, ഇവയെല്ലാമായിട്ട് എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.